ഈ KS സംശയമൊന്നും മെസ്സിയോടൊന്നും നിങ്ങൾ ഉപമിക്കരുത്. കാരണം മെസ്സിക്ക് ഈ ഇരിക്കുന്നവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരാധകരുള്ള മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് ഇലയും കൂട്ടി പുറത്തിട്ട മുഴുവൻ ആളുകളും ചെന്നടിയുന്ന കുപ്പത്തൊട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി TP അഷ്റഫലിയോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കണ്ടു. രാഹുൽ ഗാന്ധിയുടെ ഒരു വൺ ടൈം പ്രസൻസ് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്, അധികമൊന്നും ചോദിക്കുന്നില്ല, അതിനുള്ള മുതലൊന്നും നിങ്ങളെടുത്തില്ല. ഞാൻ ചോദിക്കുന്നത് 500 ചില്ല നിയോജക മണ്ഡലമുണ്ട്, പാർലമെൻറ്റ് മണ്ഡലമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഒരു ഗെയിം ആകുമ്പോൾ ഏറ്റവും നന്നായി കളിക്കുന്നവനാണ് ജയിക്കുക, തൊട്ട് പിന്നാലെ വന്നവനാണ് 2ാം സ്ഥാനത്തുണ്ടാവുക. ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രവും BJPയുടെ താമര ചിഹ്നവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാടുന്ന ഒരൊറ്റ മണ്ഡലത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അതാണ് ചോദ്യം. ഈ അരിവാൾ ചുറ്റിക നക്ഷത്രവും താമരയും തമ്മിലുള്ള പോരാട്ടം കാണാനായിരിക്കും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ചുരം കയറി വന്നിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരിക്കുക. വളരെ അല്ല, എന്റെ മറുപടി ഞാൻ പറഞ്ഞോളാം. പുറത്താക്കിയവരുടെ കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞു. ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ശരി, അല്ല അദ്ദേഹത്തിന്റെ ഉത്തരം എന്താണോ, ഒരു സെക്കൻഡ് എന്താണോ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം അതല്ലേ പറയാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാൻ ഇരിക്കവിടെ. അടുത്ത ചോദ്യം. അല്ല, ഇവര് ബഹളം നിർത്തിയ ഉത്തരം പറയാം. ശരി മുസ്ലിം ലീഗുകാർ ബഹളം കാണിച്ചാൽ ഉത്തരം പറഞ്ഞു. പുറത്താക്കിയവരുടെ കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞു. UDF-ൽ നിന്ന് പുറത്തു വന്ന ഒരാൾ കേരളത്തിന്റെ മന്ത്രിയായി കെട്ടി ജലീൽ ഇന്ന് MLA ആണ്. വി അബ്ദുറഹ്മാൻ ഇന്നും മന്ത്രിയാണ്. കുപ്പത്തൊട്ടിയല്ല, നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്, ജനങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ഈ പോരാട്ടം കാണാനായിരിക്കും രാഹുൽ ഗാന്ധി അമേഠി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. അതാണ് ഉത്തരം. അതാണ് എന്റെ